തൃശൂരിലെ കള്ളവോട്ടിൽ മിണ്ടാട്ടമില്ലാതെ സുരേഷ് ഗോപി ഇത്രയും സഹായിച്ചതിന് നന്ദിയെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളെ പരിഹസിച്ചു. അതേസമയം തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. ബി.ജെ.പി. ജില്ലാ നേതാവിന്റെ മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തു. വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത് തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ആതിരയുടെ വിലാസം ഉപയോഗിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ശരത് അങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് ചേരുകയാണ്. ശരത്, സാധാരണഗതിയിൽ മാധ്യമങ്ങളെ കണ്ടാൽ വായിൽ തോന്നുന്നു വിളിച്ചു പറയുന്ന ആളായിരുന്നു സുരേഷ് ഗോപി. ഇന്ന് ആക്ഷൻ ഇല്ല, മ്യൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് തൃശ്ശൂരിൽ നടന്നത്? തീർച്ചയായിട്ടും സിജു, ഇന്ന് പൂർണ്ണമായിട്ടും മ്യൂട്ടായ അവസ്ഥയിലായിരുന്നു. ഇത്തരത്തിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചോദിച്ചപ്പോൾ ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്ന് അശ്വിനി ആശുപത്രിയിൽ വെച്ച് ചോദിച്ചപ്പോൾ ചെയ്തു തന്ന സഹായങ്ങൾക്ക് നന്ദി എന്ന ഒറ്റ വാക്കിലുള്ളൊരു മറുപടി മാത്രമാണ് പറഞ്ഞത്. 3 തവണ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ എത്തി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. വളരെ കൃത്യമായി കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചു, അശ്വിനി ആശുപത്രിക്ക് മുമ്പിൽ ചോദിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലെത്തിയപ്പോഴും ചോദിച്ചു. അദ്ദേഹം ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോടുള്ള പ്രതികരണം തേടിയിരുന്നു. എന്നാൽ അതിനൊന്നും യാതൊരു രീതിയിലുള്ള പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കന്യാസ്ത്രീമാർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ എന്താണ് കേന്ദ്രമന്ത്രിയുടെ നിലപാട് എന്ന് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം മറുപടി പറയുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ഈ ചോദ്യം ചോദിച്ച സമയത്ത് ആദ്യം നമ്മുടെ മൈക്കിലേക്ക് നോക്കി കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചൊരു ചിരിയല്ലാതെ മറ്റൊരു രീതിയിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിനുശേഷം തുടർന്ന് പോർട്ടിക്കോ എത്തുന്നവരെ ഒരു നിസ്സംഗഭാവത്തിലുള്ള നടത്തം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു പ്രതിരോധിക്കാൻ ഒന്നുമില്ലാത്തൊരു വ്യക്തിയുടെ ശരീരഭാഷ അദ്ദേഹത്തിൽ മുഴുവൻ പ്രകടമായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൗനത്തിൻ്റെ പിന്നിലും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇതിനെല്ലാം പ്രതികരണമില്ലാതിരിക്കുകയാണ്. എന്തായാലും പുതിയ വാർത്തകളും പുറത്തു വരുന്നത് ബി.ജെ.പിക്ക് അത്ര ആശ്വാസകരമായ വാർത്തകളല്ല. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വാർത്തയിലേക്ക് തിരികെ വരും. അതായത് ഇന്ന് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ കുറിച്ച് തന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മാധ്യമങ്ങളെ പരിഹസിക്കായിരുന്നു. കാരണം ശരത് അങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ, പിന്നീട് ആശുപത്രിയിൽ, അശ്വിനി ആശുപത്രിയിൽ, ക്യാമ്പ് ഓഫീസിലൊക്കെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമാണ്, ഇത്രയും ചെയ്തു തന്നതിന് നന്ദി എന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് നന്ദി എന്നുള്ളത് ഓർമ്മയുണ്ട്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിലടക്കം ഒന്നും മിണ്ടാതിരുന്ന സുരേഷ് ഗോപിയെ കേരളം കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കൂടി കേട്ട ശേഷം ശരത് അങ്ങല്ലൂരിലേക്ക് തിരികെ വരാം. സുരേഷ് ഗോപി പറയേണ്ട ആവശ്യമില്ലെന്ന് ഒരു ആവശ്യമില്ല, പാർട്ടിയാണ് പറയേണ്ടത്. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്. 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. കെ സുരേന്ദ്രനാണ് സുരേഷ് ഗോപിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. ശരത് അങ്ങല്ലൂരിലേക്ക് തന്നെ. ശരത്ത്, മാധ്യമങ്ങളെ പരിഹസിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ഇത്രയും സഹായിച്ചതിന് നന്ദി. ഇത്രയും സഹായം എന്ന് പറയുന്നത് ഈ വോട്ട് കൊള്ളയെക്കുറിച്ച് വാർത്ത കൊടുത്തത് സുരേഷ് ഗോപിയുടെ അനുയായികൾ, അനിയൻ ഉൾപ്പെടെയുള്ളവർക്ക് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും കൊല്ലത്തും വോട്ടുള്ളത്, അതാണോ നന്ദി എന്ന് പറഞ്ഞത്? ഈ വിവരങ്ങൾ ജനങ്ങളെ അറിയിച്ചതിനാണോ നന്ദി പറഞ്ഞത്? തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ പ്രകടമാകുന്ന നീരസം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. പുതിയ തെളിവുകൾ ദിവസവും മാധ്യമങ്ങൾ നൽകുന്നു. ഇതിലെല്ലാം അദ്ദേഹം അസ്വസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ആ നീരസം തന്നെയാണ് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി എന്നൊരൊറ്റ വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഒരു രീതിയിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇല്ലാത്തൊരവസ്ഥ അതിദയനീയമാണ്. അദ്ദേഹം ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരതിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെയുണ്ട്. അദ്ദേഹത്തിനോട് നിരവധി തവണ നമ്മൾ മൈക്ക് നീട്ടി ചോദിക്കുന്നു. പല സമയങ്ങളിലും വലിയ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു രീതിയിലും ഉത്തരമില്ല. ഇന്നലെ ഡൽഹിയിലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ഇന്ന് തൃശ്ശൂരിലും അദ്ദേഹം പ്രതികരിച്ചില്ല. തൃശ്ശൂരിലെത്തിയപ്പോൾ മുതൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം കോതമംഗലത്തേക്കുള്ള യാത്രയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോതമംഗലത്തേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അവിടെയും മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യത ഒട്ടും കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഏതാണ്ട് മ്യൂട്ട് ചെയ്ത അവസ്ഥയിൽ തന്നെ, സിജു പറഞ്ഞ പോലെ മ്യൂട്ട് ചെയ്ത അവസ്ഥയിൽ തന്നെയാണ്. ശരത്ത്, ഈ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? നേരത്തെ വന്ദേ ഭാരത് ട്രെയിനിലാണ് തൃശ്ശൂരിൽ വന്നിറങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ എവിടെ സുരേഷ് ഗോപി എന്ന് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ, സോഷ്യൽ മീഡിയയിലടക്കം ചോദ്യം വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട് പാർലമെൻറ്റിലാണെന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ഇടുകയും ചെയ്ത്, ഒരു ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് എവിടേക്കാണ് പരിപാടി? മാധ്യമങ്ങൾ സ്വാഭാവികമായും എല്ലായിടത്തും പിറകെ പോകാനുള്ള സാധ്യതയുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് സുരേഷ് ഗോപിയുടെ?
സിജു, അദ്ദേഹത്തിന്റെ ഈ ഷെഡ്യൂളിനകത്ത് പോലും ഒരു കൃത്യമായ ഉത്തരം നൽകാൻ അദ്ദേഹത്തിന്റെ ഓഫീസിനോ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവർക്കോ സാധിക്കുന്നില്ല. ഇന്ന് അദ്ദേഹം 9:25 വരും. അതിനുശേഷം ആശുപത്രിയിലെത്തി പ്രവർത്തകരെ കാണും. അതിനുശേഷം ഓഫീസിലെത്തി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ള പരാതികൾ പരിശോധിക്കും എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം വൈകിട്ടത്തെ വന്ദേ ഭാരതിനെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നും ഓഫീസുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഉത്തരമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ BJP പ്രവർത്തകരോടും നേതാക്കളോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കോതമംഗലത്തേക്ക് പോകുന്നുണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ തന്നെ അവർ പറയുന്നത് ഇതിനകത്തൊരു വ്യക്തതയില്ല, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് നിലവിലൊരു വ്യക്തതയില്ല എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പോലും പറയുന്നത്. ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒളിച്ചോടുന്ന ഒരു നിലപാട് തന്നെയാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആക്ഷേപങ്ങൾ കേന്ദ്രമന്ത്രിയുടെ അനിയന്റെ പേരിലും അനിയന്റെ കുടുംബത്തിന്റെ പേരിലും വരെ ഉയർന്നിട്ടും ഇരട്ട വോട്ട് ആരോപണം ഉയർന്നിട്ട് പോലും അതിലൊന്നും പ്രതികരിക്കാൻ സന്നദ്ധനാകാത്ത ഒരു കേന്ദ്രമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് തൃശ്ശൂരിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ പോയിരിക്കുന്നത് കോതമംഗലത്തേക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയും അദ്ദേഹം പ്രതികരിക്കുമോ എന്ന കാര്യം നമുക്ക് കാണേണ്ട കാര്യമാണ്. എന്തായാലും പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നാണ് മുൻ അനുഭവങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിജു, ശരത്ത് പറഞ്ഞതാണ് ഏറ്റവും രസകരമായ കാര്യം. ഒരു കേന്ദ്രമന്ത്രിയാണ്, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെത്തിയ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ എന്താണ്, പരിപാടികൾ എന്താണെന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളിന് പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു.